മന്ത്രി സജി ചെറിയാൻ രാജിവെക്കാൻ പോകുന്നു എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഹൈക്കോടതി സജി ചെറിയാനെതിരെ ഇപ്പോൾ ഒരു പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് എതിരായി പോലീസ് അന്വേഷിച്ച കേസ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം, പോലീസ് അന്വേഷിച്ച, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് തുടരന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്, അതായത് ജസ്റ്റിസ് ബച്ചു കുര്യൻ്റെ ഈ ഉത്തരവ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 അടി, ഒറ്റ ഉത്തരവിൽ ഇരട്ട അടിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇരട്ട അടി എന്ന് പറഞ്ഞാൽ, ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനോട് എതിരായിട്ടുള്ള, അതിലെ ആഭ്യന്തര വകുപ്പിനെ അവിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു അവിശ്വാസ ഉത്തരവാണ്. അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ അന്വേഷണം ശരിയല്ല, അതിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും അന്വേഷിക്കാൻ കോടതി ഉത്തരവിടുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിനോടുള്ള ഒരു അവിശ്വാസ പ്രഖ്യാപനം തന്നെയാണെന്ന് പറയാം. കാരണം ഈ സജി ചെറിയാൻ ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രസംഗിച്ചതിന് തെളിവില്ല എന്നും അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല എന്നുമാണ് കുറ്റപത്രത്തിൽ, സജി ചെറിയാനുള്ള കുറ്റപത്രത്തിൽ കോടതിയിൽ സമർപ്പിച്ചത് ക്രൈംബ്രാഞ്ചിന് അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും വന്നിട്ടില്ല. അത് പെൻഡ്രൈവിൽ, അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് വന്ന പെൻഡ്രൈവിൽ അങ്ങനെയൊന്നും പറയുന്നത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരുതരം ഈ സാധാരണ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത തരത്തിലുള്ള ഒരു കുറ്റപത്രമാണ് ക്രൈംബ്രാഞ്ച് ഈ മന്ത്രിയെ സംരക്ഷിച്ചു കൊണ്ടുള്ള കുറ്റപത്രം ഈ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ കുറ്റപത്രം വിശകലനം ചെയ്തിട്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് ബച്ചു കുര്യൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, വീണ്ടും അന്വേഷണം നടത്തണം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഭരണഘടനാ പ്രസംഗം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി വിശ്വസിക്കുന്നു. 2, ഇത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിനോട് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുന്നു കോടതി. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ സജി ചെറിയാൻ മാത്രമല്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പോലും മാന്യതയുണ്ടെങ്കിൽ, ധാർമ്മികതയുണ്ടെങ്കിൽ രാജിവെച്ച് പോകേണ്ടതാണ് മര്യാദ. പക്ഷേ അതുണ്ടാകില്ല. കാരണം ഇതിനു മുമ്പ് എത്രയോ ഉത്തരവുകൾ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ ക്രൈംബ്രാഞ്ചിനെതിരായിട്ട് നടക്കുന്ന ഈ നിരവധി അവിശ്വാസങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തേതാണിതെന്ന് പറയാം. ഇത് ഒന്നാമത്തെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ ക്രൈംബ്രാഞ്ചിനെതിരായിട്ട് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇത് ആദ്യമല്ല. തൊട്ട് മുമ്പ് തന്നെ ഒരു കുറ്റപത്രം കോടതി തള്ളിയിരുന്നു. അതായത് രക്ഷാപ്രവർത്തനം അങ്ങനെയൊന്നും നടന്നിട്ടില്ല. രക്ഷാപ്രവർത്തനം, മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ രക്ഷാപ്രവർത്തനം, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ ഇറങ്ങി വന്ന് പൊതുരെ തല്ലുന്ന ദൃശ്യങ്ങളും ആ തല്ലുന്ന സംഭവങ്ങളും പകൽ പോലെ വ്യക്തമായിരുന്നിട്ടും, അങ്ങനെ നടന്നു എന്നുള്ളത് വ്യക്തമായിട്ടും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് അതേപോലെ പകർത്തി വയ്ക്കുകയാണ്. ഞാനത് കണ്ടിട്ടില്ല, എനക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് പോലെയാണ് ക്രൈംബ്രാഞ്ച് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് കോടതി സമർപ്പിച്ച. കോടതി അടുത്ത് ദൂരെ എറിഞ്ഞു. നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടരന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ക്രൈംബ്രാഞ്ചിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടതാണ് തൊട്ട് മുമ്പ്. ഇതാ രണ്ടാമതല്ല, വീണ്ടും ഒന്നുകൂടി. ഇത് പലതവണയായിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും മന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണം പോലും ശരിയായിട്ടല്ല നടന്നത് എന്ന് പറയുമ്പോൾ മന്ത്രിയെയും മന്ത്രിയുടെ പ്രസംഗത്തെയും അംഗീകരിക്കുകയും മന്ത്രിയുടെ പ്രസംഗം ശരിയാണെന്ന് കോടതി വിലയിരുത്തുകയും അതോടൊപ്പം അല്ലെങ്കിൽ കോടതി സംശയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ക്രൈംബ്രാഞ്ചിനെ അവിശ്വസിക്കുകയും ചെയ്യുന്നു. ക്രൈംബ്രാഞ്ചിനെ അവിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് വിഭാഗത്തെ അവിശ്വസിക്കുന്നതല്ല, അത് ആഭ്യന്തര വകുപ്പിനെ തന്നെ അവിശ്വസിക്കുന്നു തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാജിവെക്കേണ്ട അവസ്ഥ വരുന്നത്. എന്തായാലും ഭരണഘടന, ദേശീയ പതാക, ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ളവയെ അവഹേളിക്കുന്നത് തടഞ്ഞുള്ള നാഷണൽ ഓണർ ആക്ടിൻ്റെ 2023 നാഷണൽ ഓണർ ആക്ടിൻ്റെ ഭേദഗതി പ്രകാരമാണ് പ്രസംഗത്തിലെ ചില വാചകങ്ങൾ ഭരണഘടനയോടുള്ള അനാദരവായി സംശയിക്കാമെന്നായിരുന്നു നേരത്തെ കോടതി അഭിപ്രായപ്പെട്ടത്. പ്രസംഗത്തിൽ ഭരണഘടനാ ലംഘനമില്ലെന്ന പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കി CBIക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് M. ബൈജു റോയൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ പരിഗണന നടത്തിയിരിക്കുന്നത്.
സാക്ഷിമൊഴികൾ പോലും രേഖപ്പെടുത്താതെയാണ് അന്തിമ റിപ്പോർട്ട് നൽകിയതെന്ന് സജി ചെറിയാന്റെ ശബ്ദ സാമ്പിൾ എടുത്തില്ലെന്നും പ്രസംഗമടക്കുന്ന പെൻഡ്രൈവിന്റെ ഫോറൻസിക് പരിശോധനയുടെ റിപ്പോർട്ട് പോലീസിന് കിട്ടിയിട്ടില്ലെന്നും ഹർജിയിൽ അറിയിക്കുന്നു. നോക്കണേ, എന്തൊരു ഒരു വെള്ളരിക്കാ പണ്ടടത്തിൽ നടക്കുന്നത് പോലുള്ള ഒരു റിപ്പോർട്ടാണ് പോലീസ് നൽകിയിരിക്കുന്നതെന്ന്. എന്നാൽ ഇത് തെറ്റാണെന്നായിരുന്നു സർക്കാർ വാദം. പെൻഡ്രൈവ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചെങ്കിലും റിപ്പോർട്ട് കിട്ടിയില്ലെന്നും സർക്കാർ വാദിച്ചു. എന്നാൽ സർക്കാർ വാദം കോടതി തള്ളി. CCTV ദൃശ്യങ്ങളും പ്രസംഗം അടങ്ങുന്ന പെൻഡ്രൈവിന്റെ ഫോറൻസിക് റിപ്പോർട്ടും കേസിൽ പ്രധാനപ്പെട്ടതാണെന്നും കോടതി വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കണം. എന്നാൽ കുറ്റാരോപിതൻ മന്ത്രിയായതിനാൽ SHO തലത്തിൽ അന്വേഷണം നടത്തിയാൽ മതിയാകില്ല. അതുകൊണ്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷിക്കാൻ DGP ഉത്തരവിടണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട വിധിയാണ്. ഒരു SHO കൊണ്ട്, മന്ത്രി ആയതുകൊണ്ട് SHO കൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ തീർക്കരുത്. DGP ഉത്തരവിടണം. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ചുമതല കൊടുക്കണം എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. നോക്കണേ, കോടതി എത്രമാത്രം സർക്കാരിനെ അവിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ച് നല്ല കാര്യങ്ങൾ എന്ന പേരിൽ ജനാധിപത്യം, മതേതരത്വം, കുന്തം, കുടച്ചക്രം എന്നെല്ലാം എഴുതി വെച്ചു എന്നല്ലാതെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുകയാണ് ഭരണഘടനയുടെ ഉദ്ദേശം എന്നായിരുന്നു സജി ചെറിയാൻ അന്ന് 2022 ജൂലൈയിൽ 3-ാം തീയതി ആ പ്രസംഗം നടത്തിയത്. 3-ാം തീയതി ആ പ്രസംഗം നടത്തിയത്. പ്രസംഗത്തിലെ കുന്തം, കുടച്ചക്രം എന്നീ പ്രയോഗങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വാക്കുകൾ സാന്ദർഭികമായി ഉപയോഗിച്ചതാണെന്നും ഭരണഘടനയെ അവഹേളിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ജനാധിപത്യം, മതേതരത്വം എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾക്കൊപ്പമാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കോടതി കൃത്യമായിട്ട് വിടാൻ തയ്യാറായിരുന്നില്ല. അവിടെ സന്നിഹിതരായിരുന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഒട്ടേറെ പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നില്ല എന്ന് കോടതി പറഞ്ഞു. നിരവധി സാക്ഷികളെ വിസ്തരിച്ചതിൽ നിന്നും ഭരണഘടനയെ അവഹേളിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. നോക്കണം, പ്രോസിക്യൂഷനും സർക്കാരിനനുസരിച്ചിരിക്കുന്നു. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ ശമ്പളം പറ്റി നിൽക്കുന്നതാണ് പ്രോസിക്യൂഷൻ. ശബ്ദ സാമ്പിൾ ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനയില്ലാതെ അന്വേഷണ ഉദ്യോഗസ്ഥനെ എങ്ങനെ തീർപ്പിലെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. തുടർന്നാണ് കേസിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവിട്ടത് എന്നതാണ് നമ്മൾ കാണുന്നത്. പുനരന്വേഷണമല്ല, തുടരന്വേഷണം, അതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇതേ ടീം തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണം. അതിൻ്റെ ഉത്തരവിടേണ്ടത് DGP ആണെന്നും കോടതി പറഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അല്പം ഉളുപ്പുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഈ സജി ചെറിയാനോട് രാജിവെച്ച് പോകാനും മുഖ്യമന്ത്രിയുടെ വകുപ്പ് കൈകാര്യം ചെയ്ത ക്രൈംബ്രാഞ്ച് വകുപ്പ് കയറി മുഖ്യമന്ത്രി നില അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും വേണം.